നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ലിൻഡോ കീറ്റിക്കൽ. നമ്മളുടെ ചന്ത എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന സെയിൽ പോസ്റ്റാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഇതിലുള്ള എല്ലാ ആടുകളും നിൽക്കുന്നത് മലപ്പുറം മഞ്ചേരിയാണ്. സെയിം ഓണറുടെ കയ്യിൽ തന്നെ. ഫസ്റ്റ് പ്രസവത്തിലെ ആടും 1 മാസം പ്രായമായ 2 മുട്ടൻകുട്ടികളും. ഇത് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില 19,800 രൂപ. അപ്പോൾ ഇന്ന് കണ്ട ഒരു സംഭവം, നമ്മുടെ വീട്ടിൽ ആട് വാങ്ങാനൊക്കെ ആളുകൾ വന്നു കേട്ടോ. നമ്മൾ കിലോ 450 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മുതലാവില്ല. നമ്മൾ കൊടുക്കുന്ന കപ്പലണ്ടി പിണ്ണാക്ക്, ചോളത്തവിട്, തീറ്റ, കൊപ്ര പിണ്ണാക്ക്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 450 പെർ kg ലൈവ് വെയിറ്റ് 450 ആയിട്ട് കൊടുക്കുന്നത്, അല്ലാതെ കൊടുക്കുന്നില്ല. അപ്പോൾ കച്ചവടക്കാർ ചെയ്യുന്നത് ഒരാളെ വിടും, എന്നിട്ട് അവരഴിച്ച് തൂക്കമൊക്കെ പിടിച്ചിപ്പോൾ വാങ്ങാമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അവർ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് രണ്ടാമത് വേറെ ആൾ വരും, എന്നിട്ട് വില താഴ്ത്തി ചോദിക്കും. പക്ഷെ നമ്മൾ കൊടുക്കില്ല കേട്ടോ. നമുക്ക് ക്രോസ് ബ്രീഡ് ആടുകൾ പെർ kg 450 മിനിമം കിട്ടണം, എന്നാൽ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. പിന്നെ എപ്പോൾ ആടുകൾ വാങ്ങിയാലും പോയി കണ്ട് വാങ്ങുക, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ വാങ്ങുക. വാങ്ങിക്കഴിഞ്ഞിട്ട് അതിന് ആ അസുഖം ഉണ്ടായിരുന്നു, ഈ അസുഖം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ഒരു ഓണർ എടുത്ത് തിരിച്ചു വന്നിട്ട് യാതൊരു കാര്യമില്ല. വാങ്ങുമ്പോൾ നോക്കിക്കണ്ട് വാങ്ങുക. ഓണറുടെ അടുത്ത് ചോദിക്കുക എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, പാരൻറ്റ് സ്റ്റോക്ക് ഏതാണ്, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞ് കണ്ട് ഇഷ്ടപ്പെട്ട മാത്രം വാങ്ങുക. അതുപോലെ നിങ്ങൾ കൊണ്ടുപോകുന്ന ഡെലിവറി വണ്ടീസ്, അതിൽ കൊണ്ടുപോകുമ്പോൾ അസുഖങ്ങൾ വരാൻ വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ. അത് പ്രത്യേകം പറയുന്നു. അത് ഡെലിവറി വണ്ടികളിൽ പലതരം മൃഗങ്ങളെയും ഒരുമിച്ച് കയറ്റിയാണ് കൊണ്ടുവരിക. പട്ടി, ആട്, പശു, ഇതൊക്കെ ഒരുമിച്ച് കയറ്റി അവർ കൊണ്ടുവരുമ്പോൾ അതിൽ അതുവഴി അസുഖങ്ങൾ വരാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഓണറിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി കൊണ്ടുവരിക. അല്ലെങ്കിൽ വിശ്വസ്തരായ ഓട്ടോ റിക്ഷക്കാരുണ്ടെങ്കിൽ അവരെ ലൊക്കേഷൻ കൊടുത്തിട്ട്, ഗൂഗിൾ ലൊക്കേഷൻ കൊടുത്തിട്ട് അവരവിടെ പറഞ്ഞയച്ച് ആടുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആട് കൃഷി തുടങ്ങുകയാണെങ്കിൽ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഇറങ്ങാം കേട്ടോ. പിന്നെ കച്ചവടക്കാരുടെ തട്ടിപ്പിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതെപ്പോഴും ഞാൻ പറയാനുള്ള കാരണം, ഈ കച്ചവടക്കാർ ഒന്നൊന്നര തട്ടിപ്പാണ്. ഒന്നിനും പറ്റിയില്ലെങ്കിൽ അവർ പറയും എനിക്കിതിൽ നിന്ന് ലാഭമൊന്നും കിട്ടില്ല, എനിക്ക് ലാഭം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് തരാൻ പറയും. അവർ പോവില്ല. വീട്ടിൽ നിന്ന് എന്തോരം നമ്മൾ പറഞ്ഞാലും അവർ പോവാതെ ഇങ്ങനെ ആടിൻ്റെ കൂടിൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കും. അപ്പോൾ അവരുടെ ആ തന്ത്രത്തിലൊന്നും പെടരുത്. എന്തായാലും നമുക്കും ചില പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്, നമുക്കും അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുക, അതാണ് മെയിൻ കാര്യം. അപ്പോൾ അവരുടെ ഡയലോഗിൽ നമ്മൾ വീഴരുത്. അവർക്ക് പ്രോഫിറ്റ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പറയുമ്പോൾ നമ്മൾ അതിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുക. അവിടെയാണ് നമ്മുടെ വിജയം. അവർ പോവില്ല എന്നറിയാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ആടിനെ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരവിടെ നിന്ന് വില പേശിക്കൊണ്ടിരിക്കും. പക്ഷേ ആ തന്ത്രത്തിൽ നമ്മൾ വീഴാതിരിക്കുക. പിന്നെ ഈ ഒരു ആടും 2 മാസം പ്രായമായ പെടക്കുട്ടിയും, ഇത് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില 14,600 രൂപ. ഞാൻ പറഞ്ഞു എല്ലാ ആടുകളും നിൽക്കുന്നത് മലപ്പുറം മഞ്ചേരിയാണ്. നമ്പർ പറയാം: 9567859612. പിന്നെ ഞാൻ തൃശ്ശൂർ ഭാഷയാണ് സംസാരിക്കുന്നത്. പലർക്കും ഞാൻ സംസാരിക്കുന്ന വേർഡുകൾ മനസ്സിലായില്ല എന്ന് വരും. പക്ഷേ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓണറെ ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ 1 വയസ്സ് പ്രായമായ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും, ഇത് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില 18,600 രൂപ. അപ്പോൾ ഒന്നുകൂടി നമ്പർ പറയാം കേട്ടോ. നേരത്തെ പറഞ്ഞ നമ്പർ ഒന്നുകൂടി പറയാം: 9567859612. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മളുടെ ചന്ത എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന സെയിൽ പോസ്റ്റുകളാണ് നമ്മൾ യൂട്യൂബിൽ ഇടുന്നത്. അപ്പോൾ യൂട്യൂബിൻ്റെ ലിങ്ക് അല്ല, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. അതുവഴി നമ്മളുടെ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് ചേരാം. അവരതിൽ പോസ്റ്റ് ചെയ്യുന്ന ഒട്ടുമിക്ക വീഡിയോസും എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച്, എല്ലാം എനിക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റില്ല, സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ആടുകളായാലും മാടുകളായാലും വിറ്റ് പോകാൻ എളുപ്പമായിരിക്കും. പുതിയ വീഡിയോസ് ലഭിക്കുന്നതിനായി
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.